ഇലക്ഷൻ്റെ തലേ ദിവസം രാത്രി ഞാൻ BJP കാരനാണ് എന്ന് പറഞ്ഞ് ഇവർ നോട്ടീസ് ഇറക്കി. മുസ്ലിം മേഖലകളിലേക്ക് കൊണ്ട് ഈ നോട്ടീസ്. ഞാൻ 50 വർഷം കോൺഗ്രസ് പാർട്ടി നിൽക്കുന്ന ആളാണ്. അന്ന് AK ആന്റണി പാർട്ടി വിട്ടു പോയപ്പോഴും ഞാൻ നെഹ്റു കുടുംബത്തോടൊപ്പം നിന്നയാളാണ്. ലീഡർ പാർട്ടി വിട്ടു പോയപ്പോഴും വളരെ ഹൃദയവേദനയോടുകൂടി ഞാൻ പാർട്ടി നിന്നു. ഒരു ചാനൽ ആ സമയത്ത് തിരുവനന്തപുരത്ത് സീറ്റ് തന്നില്ലെങ്കിൽ ഞാൻ BJPയിൽ പോകുമെന്ന് പറഞ്ഞിട്ട് ആരോ എൻ്റെ പുറകിലുണ്ട്. ഞാൻ ചില ആളുകളെ സംശയിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ വ്യക്തിഹത്യ നടത്തും. ഇങ്ങനെ ഒരു വ്യക്തിഹത്യ കേരളത്തിനടുത്ത് നടന്നു കാണിക്കും. എനിക്കെതിരെ ഒരു ഊമക്കത്തയച്ചു. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ മുഴുവൻ ലംഘിച്ചുകൊണ്ടാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്. വർഗീയത ഇളക്കി വിട്ട് വ്യക്തിഹത്യ നടത്തി. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാണ്. അപ്പൊ ഞാനിത് പറഞ്ഞപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ചാടി അയച്ചു. രമേശ് ചെന്നിത്തല ഇപ്പുറത്ത് പ്രതിപക്ഷം. അദ്ദേഹം ഇവിടെ ശിവകുമാർ പറഞ്ഞത് ശരിയാണ്, ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിണറായി വിജയൻ അയച്ചു. അത് പറഞ്ഞതിന്റെ അന്ന് രാത്രി അപ്പൊ ഞാനന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞു, നമുക്ക് തിരുവനന്തപുരത്ത് ഒരു മെഡിക്കൽ കോളേജ് കൂടി തുടങ്ങണം. കാരണം 1,38,000 സ്ക്വയർ ഫീറ്റ് കെട്ടിടം തറക്കല്ലിട്ട് അടുക്കൽ നിർമ്മാണം പൂർത്തീകരിച്ചു. കോളേജിന് വേണ്ടി പ്രിൻസിപ്പളിനെ നിയമിച്ചു, സൂപ്രണ്ടിനെ നിയമിച്ചു, ഡെപ്യൂട്ടി സൂപ്രണ്ടിനെ നിയമിച്ചു, ലൈബ്രറി സജ്ജമായി, എല്ലാം സജ്ജമായി. മെഡിക്കൽ കോളേജ് ആകുമ്പോൾ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിക്കില്ല. നമ്മൾ ഉദ്ഘാടനം വലിയ ചതിയായിരുന്നു തിരുവനന്തപുരത്തുകാരോട് ഈ CPM-ഉം LDF നേതൃത്വവും ചെയ്തു. ആ മെഡിക്കൽ കോളേജ് വേണ്ടെന്ന് വെച്ചു. 2016 സംഭവിച്ചെന്താ? 1000 കുട്ടികൾക്ക് സർക്കാർ ഫീസിൽ മെഡിസിന് പഠിക്കാനെന്ന അവസരമാണ് ഇവരില്ലാതാക്കിയത്. കെ കരുണാകരൻ കേരള രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന ഒരു നേതാവാണ് VS ശിവകുമാർ. സാക്ഷാൽ ലീഡർ തന്നെ കോൺഗ്രസ് വിട്ടുപോയിട്ടും ഇതുവരെയും കോൺഗ്രസ് തന്നെയാണ് ജീവിതം, കോൺഗ്രസ് തന്നെയാണ് ജീവൻ എന്ന് പറഞ്ഞ് പാർട്ടിയോടൊപ്പം തുടരുന്ന ഒരാൾ. ഇത്തവണ 10 വർഷം മത്സരിച്ച മണ്ഡലത്തിൽ നിന്ന് മാറി മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടപ്പോഴും ഒരു എതിരഭിപ്രായവും ഇല്ലാതെ മത്സരിച്ചാൽ അദ്ദേഹമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. സ്വാഗതം സർ. എങ്ങനെയുണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പും അതിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ കഴിഞ്ഞു? പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു. എല്ലാ കോൺഗ്രസ്സുകാർക്കും UDFകാർക്കും പോലെ വലിയ സന്തോഷത്തിൻ്റെ സമയമാണ്. വലിയ സന്തോഷത്തിൻ്റെ സമയമാണ്. കാരണം തീർച്ചയായിട്ടും കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഒരു ജനവിരുദ്ധമായ LDFൻ്റെ ഭരണത്തിന് അറുതി വരുത്തി UDFൻ്റെ ഒരു ഭരണം കേരളത്തിൽ കൊണ്ടുവരുന്നതിലേക്ക് വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള എല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഒരു പുതുയുഗത്തിലേക്ക് കോൺഗ്രസ് ഈ സംസ്ഥാനത്തെ UDF കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ല, നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ MLA-മാരുടെ കൂട്ടത്തിൽ 63 MLA-മാർ കോൺഗ്രസിലുണ്ട്. അതിൽ സാറ് കൂടി ഉണ്ടാവേണ്ടത് ഒരു കോൺഗ്രസിൻ്റെ ആവശ്യമായിരുന്നു. പക്ഷെ പാർട്ടി ഏൽപ്പിച്ച ചുമതല അതിൻ്റെ ഭാഗമായിട്ട് അരുവിക്കരയിലേക്ക് പോയപ്പോൾ ഒരു വിഷമം തോന്നിയായിരുന്നു? തീർച്ചയായിട്ടും വലിയ വിഷമം തോന്നിയൊരു കാര്യമാണ്. കാരണം ഞാൻ ഈ 10 വർഷം MLA-യും മന്ത്രിയുമായിരുന്ന ഒരു നിയോജക മണ്ഡലമാണ് തിരുവനന്തപുരം. അതുപോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലം MLA അല്ലാതിരുന്നിട്ട് ഒരു MLA പോലെ അവിടെ നിന്ന് പ്രവർത്തിക്കുകയും പാർട്ടിയെ വിജയത്തിലേക്ക് കൊണ്ടുവരുന്നതിലേക്ക് വേണ്ടിയുള്ള സകലവിധമായ പ്രവർത്തനങ്ങളും നടത്തിയ ഒരു സാഹചര്യമാണ്. ഇവിടെ എല്ലാ വീടുകളും എനിക്കറിയാവുന്ന ഒരു സാഹചര്യമാണ്. തീരദേശത്തായിരുന്നാലും ഏത് മേഖലയിലായിരുന്നാലും. അപ്പോൾ അങ്ങനെയുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ സ്വാഭാവികമായും എനിക്ക് സീറ്റ് ലഭ്യമാകും എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു ഉണ്ടാകും. അതുവരെ ഞാൻ പ്രവർത്തിച്ചിരുന്നു അത്തരത്തിൽ. പക്ഷേ UDFൻ്റെ ഒരു കെട്ടുറപ്പ് അതിൻ്റെ ഉണ്ടാകണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഘടകകക്ഷിക്ക് സീറ്റ് കൊടുക്കണം എന്ന് പാർട്ടി നേതൃത്വം തീരുമാനിച്ചു. ആ തീരുമാനം വന്നപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ CMPക്ക് സീറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു പാർട്ടിക്കാരനെന്നുള്ള രീതിയിൽ ഞാൻ പാർട്ടി ലീഡർഷിപ്പിൻ്റെ തീരുമാനം ഞാൻ അംഗീകരിച്ച് എന്നോട് അരുവിക്കരയിൽ മത്സരിക്കാൻ പറയാം. അരുവിക്കരയിൽ മത്സരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല, അരുവിക്കരയിൽ മത്സരിക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ പോയി മത്സരിച്ചു. ഈ അരുവിക്കരയിൽ കൃത്യമായ പാർട്ടി സംവിധാനം എല്ലാം ഒപ്പം നിന്നു, കൃത്യമായ പ്രചരണം നടന്നിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അരുവിക്കരയിൽ ഞാൻ പോയപ്പോൾ അവിടുത്തെ പാർട്ടിക്കാർക്കെല്ലാം വലിയ ആവേശമായിരുന്നു. ഇവിടെ G. കാർത്തികേയൻ ദീർഘകാലം പ്രതിദാനം ചെയ്തൊരു മണ്ഡലമാണ്. വലിയ ആവേശമായിരുന്നു. അവരെല്ലാം സത്യം പറഞ്ഞാൽ ഇളകി മറിഞ്ഞ ഒരു ആവേശമായിരുന്നു. അപ്പോൾ അത് തന്നെ ഒരു ഫസ്റ്റ് എനിക്ക് എല്ലാ പ്രതീക്ഷയുണ്ടായി, പാർട്ടിക്കാരെല്ലാം നിൽക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ അവിടെ ഉണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് സമയം കിട്ടിയില്ല. 2 ആഴ്ച ടൈമായിരുന്നു. ഇവിടെ നമ്മുടെ ഈ നഗരം മുതൽ പൊന്മുടി വരെ കിടക്കുന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലം പോലെയുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അപ്പോൾ ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ
ഓടിയെത്താൻ തന്നെ വലിയ സമയത്ത് നമ്മൾ തിരഞ്ഞെടുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം പ്രധാനപ്പെട്ട ആളുകളെ പോയി കാണും, ആരെയും കാണാൻ സമയം കിട്ടി. അത് കഴിഞ്ഞ് ആളുകളെ ടെലിഫോൺ ചെയ്യാനുള്ള സമയം കിട്ടി. 9 ദിവസം അവിടെ 2 ആഴ്ചയാണ് കിട്ടിയത്. 9 ദിവസം ജീപ്പിൽ പര്യടനമായി, രാവിലെ മുതൽ അർദ്ധരാത്രി വരെ. പിന്നെ ഒരു സമയം കിട്ടിയില്ല ആളുകളെ കിട്ടുന്നു. അപ്പം അതിലേക്ക് വേണ്ടിയുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താനുള്ള സമയം കിട്ടാത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അരുവിക്കര ജയിക്കുമെന്ന് ആരോട് ചോദിച്ചാലും പറയും. അങ്ങനത്തെ ഒരു ട്രെൻഡായിരുന്നു. ആ ഒരു ട്രെൻഡ് പിന്നെ UDF-ഉം കോൺഗ്രസും ഒക്കെ കൂടെ ശക്തമായി നിന്നു. ആളുകളുടെ ഇടയിലുണ്ടാകുന്ന ഞാൻ പര്യടനം നടത്തിയപ്പോഴൊക്കെ ഉണ്ടായിരുന്ന ട്രെൻഡ് അതായിരുന്നു. പക്ഷെ അത് മനസ്സിലാക്കിക്കൊണ്ട് CPM-ഉം BJP-യും ഒത്തുകളിച്ച് പല വർഗീയ വികാരങ്ങളെ ഇളക്കിവിട്ടാണ് എന്നെ പരാജയപ്പെടുത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വ്യക്തിഹത്യ നടത്തുക. വ്യക്തിഹത്യ നടത്താൻ പിന്നെ പേര് വയ്ക്കാതെ പിന്നെ 2, 3, 4 നോട്ടീസുകൾ ഇറക്കി CPM-കാർ. അതൊന്ന് ഒരു ദിവസം ഞാൻ രാത്രി അറിഞ്ഞ് ഇലക്ഷൻ കമ്മീഷൻ വിളിച്ച് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് വീട് ഒരു പഞ്ചായത്ത് മെമ്പർ CPM-ൻ്റെ, മറ്റൊരു നേരത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു, ഈ 2 പേരുടെ വീട്ടിൽ നിന്ന് ആയിരക്കണക്കിന് നോട്ടീസ് പിടിച്ചെടുത്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ടുള്ള പിന്നെ നോട്ടീസുകളാണ്. ഇലക്ഷൻ്റെ തലേ ദിവസം രാത്രി ഞാൻ BJP-കാരനാണ് എന്ന് പറഞ്ഞ് ഇവർ നോട്ടീസ് ഇറക്കി. നോട്ടീസ് പേരില്ല, മുസ്ലിം മേഖലകളിലേക്ക് കൊണ്ട് ഈ നോട്ടീസ് കൊടുക്കും. ഞാൻ 50 വർഷം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന ആളാണ്. ഞാൻ 77, 76, 77 കാലഘട്ടത്തിൽ പാർട്ടി വന്നതാണ്. അന്ന് AK ആന്റണി പാർട്ടി വിട്ടു പോയപ്പോഴും ഞാൻ നെഹ്റു കുടുംബത്തോടൊപ്പം നിന്നയാളാണ്. അതായത് താങ്കളുടെ കോൺഗ്രസ് രാഷ്ട്രീയ പ്രവർത്തനം അറിയാത്തവരായി ഈ പ്രചരണം അതാണ് നടത്തുന്നത്. ഞാൻ അത് കഴിഞ്ഞിട്ട് കരുണാകരൻ സാർ എൻ്റെ രാഷ്ട്രീയ ഗുരുനാഥനാണ്. ലീഡർ പാർട്ടി വിട്ടു പോയപ്പോഴും വളരെ ഹൃദയവേദനയോടുകൂടി ഞാൻ പാർട്ടി നിന്നു. പാർട്ടിയാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ തിരുവനന്തപുരത്തെ ലീഡർ വിട്ടുപോയപ്പോൾ ഈ ജില്ലയിൽ പാർട്ടിയെ പിടിച്ചു നിർത്തിയ ആളാണ് ഞാൻ. എന്നും ഒരു KSUവിൻ്റെ കാലഘട്ടം മുതൽ ജനാധിപത്യ മതേതര കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. എൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ BJP-കാരാണ്. ഞാൻ DCC പ്രസിഡൻ്റായിരുന്നു. 9 MLA-മാരിവിടെ ഉണ്ടായി. 42 കൗൺസിലർ, അന്ന് 84 കൗൺസിലറായിട്ട് BJP-ക്ക് 2-3 കൗൺസിലറേ ഉള്ളൂ. ഒരു കൗൺസിലറോട് കിട്ടിയിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഞാൻ DCC പ്രസിഡൻ്റായിരുന്നപ്പോൾ ലഭ്യമാകുമായിരുന്നു. ജില്ലാ പഞ്ചായത്ത് ആദ്യം അവസാനമായിട്ട് അപ്പോൾ കിട്ടിയതാണ്. ഈ തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷൻ ഇരിക്കുന്ന DCC ഓഫീസ് അത് ഞാൻ പ്രസിഡൻ്റായിരുന്നപ്പോൾ നിർമ്മിച്ച് പൂർത്തീകരിച്ച് പ്രിയപ്പെട്ട സോണിയാഗാന്ധി വന്ന് ഉദ്ഘാടനം ചെയ്തതാണ്. അപ്പോൾ ആ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും കരുണാകരൻ സാറിനെ പോലെ ഒരു വലിയ ശക്തനായ നേതാവ് പോയപ്പോൾ പോലും ഈ പാർട്ടി ജില്ലയിൽ പിടിച്ചു നിർത്തിയ ആളാണ്. അണികൾ ഒല്ലിച്ചു പോയില്ല. കൂടെ കോൺഗ്രസ് അണികൾ കുറെ ആളുകൾ ലീഡറോടൊപ്പം പോയില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പാർട്ടി ഞങ്ങൾ പിടിച്ചു നിർത്തി. തദ്ദേശ സ്ഥാപനങ്ങളിലും പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും അസംബ്ലി തിരഞ്ഞെടുപ്പിലും ശക്തമായ വിജയം നേടാൻ ആ സമയത്തുള്ളൊരു DCC പ്രസിഡൻ്റായിരുന്നു ഞാൻ. അപ്പം ഞാൻ പറഞ്ഞത് അന്നും എന്നും കരുണാകരൻ സാർ വിട്ടുപോയിട്ട് പോലും ഈ പാർട്ടിയിൽ അദ്ദേഹത്തോടൊപ്പം പോകാത്ത വലിയ വിമർശനം ഉണ്ടായി. പക്ഷേ ഞാൻ കോൺഗ്രസിൽ നിന്നു. ലീഡറൊക്കെ അത് മനസ്സിലാക്കി തിരിച്ചു വന്നു. അന്നും ഞാൻ പറയുന്നത്, ഞാനെന്നും ഈ കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്ന നെഹ്റു കുടുംബത്തോട്, ഇന്ദിരാഗാന്ധിയോട്, രാജീവ് ഗാന്ധിയോട്, സോണിയാഗാന്ധിയോട്, ഇപ്പോഴുള്ള ലീഡർഷിപ്പ് രാഹുൽജിയോടൊപ്പം നിൽക്കുന്നയാളാണ്. പക്ഷെ നമ്മുടെ ചില ആളുകൾ തന്നെ BJP എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുക, തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിലേക്ക് അതിലേക്ക് വേണ്ടിയുള്ള നോട്ടീസുകൾ അവിടെ ഇറങ്ങി. വളരെ പിന്നെ ഈ കരുതി കൂട്ടിയുള്ള പരിപാടിയായിരുന്നു. BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം BJP 15,000 വോട്ട് പിടിച്ചപ്പോൾ 24,000 വോട്ട് പിടിച്ചു. അപ്പോൾ BJP-ക്ക് വോട്ട് കൂടി. അപ്പോൾ BJP ആണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് മൈനോറിറ്റീസിൻ്റെ ഇടയിൽ ഉത്കണ്ഠ ഉണ്ടാക്കി അതിലേക്ക് വേണ്ടുന്ന ശ്രമങ്ങളാണ് നടക്കുന്നത്. ഒരു ചാനൽ ആ സമയത്ത് തിരുവനന്തപുരത്ത് സീറ്റ് തന്നില്ലെങ്കിൽ ഞാൻ BJP-യിൽ പോകുമെന്നും പറഞ്ഞിട്ട് ആരോ എൻ്റെ പുറകിലുണ്ട്, ഞാൻ ചില ആളുകളെ സംശയിക്കുന്നുമുണ്ട്, ഞാൻ BJP-യിൽ പോകുമെന്നും പറഞ്ഞിട്ട് ഒരു വാർത്ത അടിച്ചു. പഴയ കൈരളി TV-യിലൊക്കെ ഇരുന്ന ചില ആളുകളാണ് അതിൻ്റെ ആ ചാനൽ നടത്തുന്നത്. അപ്പം ഞാൻ അവർക്ക് നോട്ടീസ് അയച്ചിരിക്കും. 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയച്ചിരിക്കും. അപ്പം ആ ചാനലിൻ്റെ വാർത്ത എടുത്ത്, ഞാൻ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ശിവകുമാർ BJP എന്ന് പറഞ്ഞുകൊണ്ട് ആ വാർത്ത എടുത്ത് അവിടെ പ്രചരിപ്പിച്ചു. അപ്പം അങ്ങനെ ഒരു പിന്നെ നമുക്ക് മൈനോറിറ്റീസിൻ്റെ ഇടയിൽ ഉത്കണ്ഠ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പല തരത്തിൽ അവിടെ നടത്തിയാണ് അവിടെ BJP പിന്നെ അവിടെ CPM ജയിച്ചത്. അത് 3000-ൽ താഴെ വോട്ടിനാണ് ജയിച്ചത്. 3000-ൽ താഴെയല്ല, 2700 വോട്ടിൻ്റെ വളരെ തുച്ഛമായ വോട്ടിനാണ് ഞാൻ പരാജയം. 59,000 വോട്ട് ഞാൻ പിടിച്ചു. ഈ നമ്മുടെ അവിടുത്തെ പ്രവർത്തകരുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം കൊണ്ടെന്ന് പറയുന്നത്. പക്ഷേ ഈ വർഗീയത ഇളക്കി വിടുമ്പോൾ,
അതുപോലെ തന്നെ വ്യക്തിഹത്യ നടത്തുമ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിഹത്യ കേരളത്തിനടുത്ത് നടന്നു കാണില്ല. എനിക്കെതിരെ ഒരു ഊമക്കത്തയച്ചു. ചില കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അമിത സ്വത്ത് സമ്പാദനം, അതുപോലെ തന്നെ ഒരു സൊസൈറ്റിയിൽ എനിക്ക് ഡെപ്പോസിറ്റ് ഉണ്ട്, അവിടുത്തെ ബിനാമിയാണ്. ഈ പിണറായി വിജയൻ്റെ പോലീസ് 10 വർഷം അന്വേഷിച്ചു, എനിക്ക് ക്ലീൻ ചിറ്റ് തന്നു. അതൊന്നും ആരും പുറത്ത് പറയുന്നില്ല. ഞാൻ 5 രൂപ കൈക്കൂലി വാങ്ങി രാഷ്ട്രീയ പൊതുപ്രവർത്തനം നടത്തുന്ന ആളല്ല. എൻ്റെ 2 മക്കളുടെ കല്യാണം നടത്തിയത് എൻ്റെ കുടുംബ വസ്തു വിറ്റിട്ടാണ്. ഇതൊക്കെ ആരോട് പറയാം? ചില ആളുകൾ എന്തെങ്കിലും ചെയ്തതിന് ഉടൻ വലിയ പ്രചരണം കൊടുത്ത് വാർത്ത കൊടുത്ത് ഞാൻ ഇന്ന ചെയ്തു. പക്ഷെ നമ്മളൊന്നും അങ്ങനെ പറയുന്നതല്ല. പക്ഷെ അത്തരത്തിൽ ആണ് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കോൺഗ്രസിൻ്റെ ആദർശങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അതിലെല്ലാത്തിനുപരിയായി എൻ്റെ രാഷ്ട്രീയ ജീവിതം ആ നെഹ്റു കുടുംബത്തോടൊപ്പമാണ്. രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്നു. അതിനൊരു മാറ്റം. എൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ BJP-ക്കാരാണ്. എന്നെ അത്തരത്തിൽ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും പരാജയപ്പെടുത്തുക. ഇപ്പം എന്നെ പരാജയപ്പെടുത്തുക, അതാണ് അരുവിക്കരയിലെ അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രചരണങ്ങൾ. ഒരു താമരയിൽ എൻ്റെ പടം വെച്ച് പിന്നെ ഒരു ഫോട്ടോ ഒട്ടിച്ചു, നോട്ടീസ് ഇറക്കി. BJP-ക്കാരനാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ടുള്ള അവരെ ഞാൻ BJP ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ MLA ആയിരുന്ന ആൾ തന്നെ അവരുടെ നേതൃത്വം അല്ലെങ്കിൽ അവരുടെ പഞ്ചായത്ത് മെമ്പർ CPM-ൻ്റെ പഞ്ചായത്ത് മെമ്പർ വീട്ടിൽ നിന്ന് നോട്ടീസ് എടുക്കും. അപ്പോൾ കള്ള പ്രചരണങ്ങൾ, പരസ്യമായി അനൗൺസ്മെന്റ്. ഈ പോലീസ് അന്വേഷിച്ച് ക്ലീൻ ചിറ്റ് തന്നതിലെ ആരോപണങ്ങൾ വെച്ചു, അതിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അനൗൺസ്മെന്റാണ്. തിരഞ്ഞെടുപ്പിൻ്റെ നിയമങ്ങൾ മുഴുവൻ ലംഘിച്ചുകൊണ്ട്, തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ മുഴുവൻ ലംഘിച്ചുകൊണ്ടാണ് അവിടുത്തെ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്. വർഗീയത ഇളക്കി വിട്ട് വ്യക്തിഹത്യ നടത്തി. അങ്ങനെയാണ് അവിടെ ആ സ്ഥാനാർത്ഥി ജയിച്ചത്. MLA എന്നുള്ള രീതിയിൽ ഏറ്റവും പരാജയമായിരുന്നു, ഏറ്റവും പരാജയപ്പെട്ടൊരു MLA. അപ്പോൾ അയാൾക്കറിയാം ജാതി ഇളക്കി വിട്ടാൽ, മതം ഇളക്കി വിട്ടാൽ പിന്നെ വിജയിക്കാൻ കഴിയുമെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ അരുവിക്കരയിൽ അത്തരത്തിലുള്ളൊരു വിജയം നേടി. അല്ലെങ്കിൽ കോൺഗ്രസ്സിന് 64ാമത്തെ സീറ്റ് കിട്ടുമായിരുന്നു. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ സാർ, ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം, നമ്മൾ വർഷങ്ങളായി പ്രവർത്തിച്ചിരുന്ന ഒരു മേഖലയിൽ നിന്ന് മാറിയാണ് പാർട്ടി പറഞ്ഞതുപോലെ മത്സരിച്ചു. ആ രീതിയിൽ ഇനി പാർട്ടിയും താങ്കളെ പരിഗണിക്കപ്പെടേണ്ടതല്ലേ? തീർച്ചയായിട്ടും. ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. എനിക്കെതിരെ പറഞ്ഞിട്ടുള്ള ഈ ആരോപണങ്ങൾക്കെല്ലാം ഞാനൊരു ആശുപത്രി വാങ്ങിയിരുന്നു. ഇങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കും. ആശുപത്രി വാങ്ങി, പിന്നെ അഴിമതി, കോടിക്കണക്കിന് രൂപയുടെ അഴിമതി. എന്ത് അഴിമതി നടത്തിയവർ പറയട്ടെ. ആശുപത്രി വാങ്ങിയെന്ന് പറഞ്ഞ് ഞാൻ അതിനെതിരെ ഡാമേജ് സൂട്ട് കൊടുത്തിരിക്കുക. ക്രിമിനലായും സിവിലായും തിരുവനന്തപുരത്ത് സബ് കോടതിയിലും അതുപോലെ തന്നെ മജിസ്ട്രേറ്റ് കോടതിയിലും ഡാമേജ് സൂട്ട് ഞാൻ കൊടുത്തിരിക്കും. അല്ല, അന്ന് തിരുവനന്തപുരത്തെ പല സ്വകാര്യ ആശുപത്രികളും താങ്കളുടേതായ ഈ മാനമര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകൾക്കെതിരായി ഇങ്ങനെ കള്ളപ്രചരണങ്ങൾ നടത്തി അഴിമതിക്കാരനാണെന്ന് വരുത്താൻ, അതുപോലെ തന്നെ വർഗീയ ചായ്വുള്ള ആളെന്ന് വരുത്തുന്നതിലേക്ക് വേണ്ടിയുള്ള പ്രചരണങ്ങൾ നടത്തും. ഒരു രാഷ്ട്രീയ പ്രവർത്തനം. ഞാൻ ഒരു ചെറുപ്പത്തിൽ MLA-യും MP-യും മന്ത്രിയും ഒക്കെ ആയതാണ്. ഇതിനുള്ള അസൂയ അതാണ് ഇതിൻ്റെ കൂടെ പ്രകടമാകും. ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തകനെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം. ഞാൻ പിടിച്ചു നിന്നത് എൻ്റെ ആത്മബലം കൊണ്ട് മാത്രമാണ്. തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ പിടിച്ചു നിന്നത്. അത്രത്തോളം എന്നെ അപമാനിച്ച് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ ഇല്ലായ്മ ചെയ്ത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ പിണറായി വിജയൻ ഗവൺമെൻറ് എനിക്കെതിരെ വിജിലൻസ് കേസ്, പരാതിക്കാരനില്ല, ഊമക്കത്ത, കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ പരാതി പ്രിലിമിനറി ആയിട്ട് തന്നെ അന്വേഷിച്ചിട്ട് കേസില്ലാന്ന് കണ്ടു. പിന്നെ ഒന്നുമില്ലാന്ന് കണ്ടു. എന്നിട്ട് അത് 2 വർഷം വെച്ചിട്ട് 2021 ഇലക്ഷന് മുമ്പായിട്ട് FIR ഇട്ടു. FIR ഇട്ടെന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ, തിരുവനന്തപുരത്ത് ബഡ്ജറ്റ് തോമസ് ഐസക് അവതരിപ്പിച്ചപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ഇവിടുത്തെ മന്ത്രിയായിരുന്നു. ഈ നഗരത്തിന് വേണ്ടി ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അസംബ്ലിക്കകത്ത് ആഞ്ഞടിച്ചു ബഡ്ജറ്റ് പ്രസംഗത്തിൽ. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ ഞാനിത് പറഞ്ഞപ്പോൾ പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ ചാടി അഴിച്ചു. അത് ശിവകുമാർ പറയുന്നത് ശരിയല്ല. അത് തോമസ് ഐസക് കഴിച്ചു. അപ്പോൾ രമേശ് ചെന്നിത്തല ഇപ്പുറത്ത് പ്രതിപക്ഷം, അദ്ദേഹം ഇവിടെ ശിവകുമാർ പറഞ്ഞത് ശരിയാണ്, ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിണറായി വിജയൻ കഴിച്ചു. ഇവർക്ക് ഒന്നും ചെയ്തിട്ടില്ല, ബഡ്ജറ്റുകൾ പ്രസംഗം മാത്രമാണ്. അങ്ങനെ തിരുവനന്തപുരത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞതിന് ശേഷം, ഞാൻ മന്ത്രിയായതിനു ശേഷം എന്ത് ഡെവലപ്മെന്റ് അവരോട് എന്തെങ്കിലും ദൃശ്യമായ രീതിയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്? ഒന്നും ചെയ്തിട്ടില്ല. അത് പറഞ്ഞതിൻ്റെ അന്ന് രാത്രി പ്രിലിമിനറി എൻക്വയറി നടത്തി 2 വർഷം കഴിഞ്ഞതിൻ്റെ അന്ന് അസംബ്ലി ഞാൻ ഈ പ്രസംഗിച്ചതിൻ്റെ പിറ്റേ ദിവസം ഇവർ FIR ഇട്ടു. FIR ഇട്ടിട്ട് ഈ കേസ് 10 വർഷമാകാൻ പോകുന്നു. കേസ് അവർ അന്വേഷണം പൂർത്തീകരിക്കും. ഞാൻ നടത്തിക്കൊണ്ടിരിക്കും. കാരണം ജനങ്ങളുടെ മുന്നിൽ
ഒരു പുകമറ സൃഷ്ടിച്ച് ഞാൻ ഈ അമിത സ്വത്ത് സമ്പാദിച്ചു, മറ്റേ ആശുപത്രി അന്വേഷണം നേരിടുന്ന ആളാണെന്നുള്ള എന്ന് വരുത്തുന്നില്ല. അപ്പം ഞാൻ ഹൈക്കോടതിയിൽ പോയി ഇവർ പല കാരണങ്ങൾ വെച്ച് ഞാൻ പറഞ്ഞു കേസ് പെട്ടെന്ന് തീർക്കണം, അന്വേഷണം പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇവര് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് കേസ് നീട്ടി. അവസാനം കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി അന്ത്യശാസനം കൊടുത്തു. അടുത്ത പോസ്റ്റിങ്ങിൽ അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് തന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കേസ് എടുത്ത് കളയുമെന്ന് ഹൈക്കോടതി പറഞ്ഞപ്പം കൊടുത്തു. ഒന്നുമില്ല. സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അമിത സ്വത്ത് സമ്പാദന, ആശുപത്രി വാങ്ങി, എന്തെല്ലാം പറഞ്ഞു. എൻ്റെ മക്കളെ പോലും അവമാനിച്ചു. ഇതൊന്നുമില്ല എന്ന്. പക്ഷെ ഇതൊക്കെ സമൂഹത്തിൽ വരുന്നുണ്ടോ? സമൂഹത്തിൽ അപമാനിക്കലെന്ന് പറയുമ്പോഴേ താങ്കളുടെ വീട്ടിൽ ഒരു സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട നിക്ഷേപ തട്ടിപ്പില്ല, ആ സൊസൈറ്റി താങ്കളെ ഉദ്ഘാടനം ചെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് താങ്കളുടെ വീടിന്റെ മുന്നിൽ വരെ സമരം ചെയ്യുന്ന ഒരു സാഹചര്യം പറഞ്ഞയച്ചതാ ചില ആളുകൾ. എൻ്റെ വീടിന് മുന്നിൽ വരുന്നതിന് 2006 ഞാൻ സൊസൈറ്റി ഉദ്ഘാടനം ചെയ്തു. അവിടെ ഞാൻ പ്രസിഡന്റ് അല്ല, സെക്രട്ടറി അല്ല, ബോർഡ് മെമ്പർ അല്ല, അംഗമല്ല. ഇവരുടെ അന്വേഷണത്തിന് എനിക്കവിടെ ബിനാമിയില്ല, എനിക്ക് ഡെപ്പോസിറ്റില്ല, എൻ്റെ കുടുംബങ്ങൾക്ക് ഡെപ്പോസിറ്റില്ല എന്ന് പറഞ്ഞ് കണ്ടത്. അപ്പോൾ അതിന് ആളുകളെ അവമാനിക്കാൻ ഇലക്ഷൻ വരുന്ന ചില ആളുകൾ പറഞ്ഞയച്ചതാണ്. അപ്പം ഞാൻ ഹൈക്കോടതിയിൽ പോയി. ആ കാര്യത്തിൽ ഞാൻ ഹൈക്കോടതി സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു, അവിടെ ഇന്ന ആളിന് അവിടെ വേറെ കാര്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് അവിടെ ആ ഏരിയ വരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അവരുടെ നടപടി എടുക്കുക. അതിനെതിരെ ഞാൻ നടപടി എടുക്കുന്നതിന് ആലോചിക്കുക. അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഒരു ആരെങ്കിലും കൊണ്ട് അവിടെ ഡെപ്പോസിറ്റ് സൊസൈറ്റി പൊളിഞ്ഞു കഴിഞ്ഞ് ഉദ്ഘാടനം ചെയ്ത് എന്നെ കുറിച്ച് പറയേണ്ട കാര്യം എന്താ? അപ്പം ഇതൊന്നും പുറത്തു വരുന്നില്ല. അപ്പോൾ ഒരു അഴിമതിക്കാരനായി ചിത്രീകരിക്കാൻ, ഒരു വർഗീയവാദിയായി ചിത്രീകരിക്കാൻ, ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ചില ആളുകൾ നടത്തിയ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത്. അല്ല, അതിനെ പ്രതിരോധിക്കുന്നതിൽ നമ്മുടെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സഹകരണം, ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? പ്രവർത്തകരും അണികളും നേതാക്കളും എല്ലാം നമ്മുടെ കൂടെ കുറെ പ്രവർത്തകരും കാര്യങ്ങളും അണികളും ഒക്കെ ഉണ്ട്. അവരെല്ലാം അതിനകത്ത് അവർക്കൊക്കെ ഈ കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് ഒക്കെ അവരൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചോദിച്ചു നിർത്തിയത് കാര്യമാണ്. നമ്മൾ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടേതായ എല്ലാ പ്രവർത്തനങ്ങളും മാറ്റിവെച്ചിട്ടാണ് ഇപ്പം അരുവിക്കര മത്സരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തത്. അതുപോലെ തന്നെ കൊല്ലം താങ്കളുടെ പ്രവർത്തനവും എടുത്തു പറയേണ്ടായിരുന്നു. 30 വർഷത്തിന് ശേഷം കോൺഗ്രസിന് ഒരു ഭരണം അവിടെ കൊല്ലം കോർപ്പറേഷൻ പിടിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ രീതിയിലെല്ലാം പ്രവർത്തിക്കുന്ന ഒരാളെ കോൺഗ്രസ് വേണ്ട വിധത്തിൽ ഭാവിയിൽ പരിഗണിക്കപ്പെടേണ്ടതല്ലേ? അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. പാർട്ടി ഏത് ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരുന്നാലും ആ ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റും എന്നുള്ളത് എൻ്റെ കഴിഞ്ഞകാല പാരമ്പര്യം മനസ്സിലാക്കുമ്പോൾ പാർട്ടിക്ക് ബോധ്യമുള്ള കാര്യമാണ്. പല ഏത് കാര്യങ്ങളായിരുന്നാലും. ഞാൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് എനിക്ക് പാർലമെന്റിലേക്ക് ലീഡർ സീറ്റ് വന്നത്. എന്തുകൊണ്ടാണ്? വളരെ ശക്തമായ പ്രവർത്തനങ്ങളാണ് അന്ന് കാഴ്ചവെച്ചത്. വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ. ഈ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിനെ ശക്തമായ ഒരു പ്രസ്ഥാനമാക്കി മാറ്റിയെടുത്തത് ഞാനാണ്. അന്ന് ബഹുമാന KC വേണുഗോപാലായിരുന്നു സംസ്ഥാന പ്രസിഡന്റ്. യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു വലിയ നല്ല കാലഘട്ടമായിരുന്നു അദ്ദേഹം പ്രസിഡന്റായിരുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് പാർലമെന്റിലേക്ക് എനിക്ക് സീറ്റ് തന്ന് ഞാനന്ന് വിജയിച്ചത് ആണ്. അന്ന് ഞാൻ BJP ആണ് തോപ്പിച്ചത് പ്രധാനമായും. കണിയാമ്പുരം രാമചന്ദ്രനെ പരാജയപ്പെടുത്തി BJP തൊട്ടടുത്ത് നിന്നു O രാജഗോപാൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയമാണ് നമ്മുടേതുള്ളത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പാർട്ടി പറഞ്ഞ ഉത്തരവാദിത്വം. അല്ല, ഈ ചോദ്യം പ്രസക്തമാകുന്ന ഒരു പുനഃസംഘടനാ ചർച്ചകൾ കൂടി വരുന്ന ഒരു ഘട്ടമാണ്. കാരണം ഇപ്പോഴത്തേക്ക് നിലവിലെ KPCC പ്രസിഡന്റ് മന്ത്രിയായി പോകുമ്പോൾ ഒരു പുനഃസംഘടനയെ കുറിച്ചുള്ള ചർച്ചകൾ കൂടി നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ചോദ്യം എടുത്ത് പാർട്ടി തീരുമാനിക്കേണ്ടുന്ന കാര്യമാണ്. ഏത് സ്ഥാനം ഏൽപ്പിച്ചിരുന്നാലും ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പാർട്ടിയുടെ പുരോഗതിക്ക് വേണ്ടിയുള്ള ശക്തമായ പ്രവർത്തനം നടത്തും. ഇപ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പിന്നെ ഞാൻ MP ആയിരുന്ന ആളാണ്, MLA ആയിരുന്ന ആളാണ്, മന്ത്രിയായിരുന്ന ആളാണ്, DC പ്രസിഡന്റ് ആയിരുന്ന ആളാണ്, KPCC ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ്. പാർട്ടിക്ക് വേണ്ടി പരാതികളില്ലാതെ മാറി നിന്ന ആളാണ്. അതെ, ഈ പരാതിയില്ലാതെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ മാറി നിന്ന ആളാണ്. 99 മുതൽ AICC മെമ്പറാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പാർട്ടിയിൽ സീനിയോറിറ്റി ഉണ്ട്. ഒരു അവസരം കിട്ടിയാൽ പിന്നെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്നെ പരിഗണിക്കണമെന്ന് ലീഡർഷിപ്പിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവരെന്ത് തീരുമാനം എടുത്തിരുന്നാലും ആ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ ഒരു പാർട്ടിക്കാരൻ എന്നുള്ള രീതിയിൽ എൻ്റെ കർത്തവ്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം നോക്കുമ്പോൾ താങ്കളെ മന്ത്രിയാക്കിയത് പാർട്ടിയാണ്. അതായത് ആരോഗ്യം, ദേവസ്വം പോലെയുള്ള നിർണായകമായ വകുപ്പുകളാണ് നൽകിയത്. കഴിഞ്ഞ പിണറായി കാലത്ത് ഏറ്റവും പഴികേട്ട വകുപ്പാണ് ആരോഗ്യവകുപ്പ്. പക്ഷെ താങ്കളുടെ കാലത്ത് ആ ഒരു വലിയ പരാതികളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ആ സമയത്ത് മന്ത്രിയായിരുന്ന സമയത്ത് ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനത്തെ എങ്ങനെയാണ് മുന്നോട്ട് നയിച്ചത്? ആരോഗ്യ വകുപ്പിൽ ഞാൻ വിശ്വസിക്കുന്നത് ഈ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ
പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്, സൗജന്യ ചികിത്സാ പദ്ധതികൾ നടപ്പിലാക്കിയത് ഞാൻ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്താണ്. നമ്മുടെ ആരോഗ്യമന്ത്രിയായി അച്യുതാനന്ദൻ സർക്കാർ ഒഴിയുമ്പോഴാണ് വന്നത്. അന്ന് 103 കോടി രൂപയായിരുന്നു ആരോഗ്യ വകുപ്പിന് ബഡ്ജറ്റ് അലോക്കേഷൻ. പക്ഷെ ഉമ്മൻചാണ്ടി സാറ് ധനകാര്യമന്ത്രി ചുമതല വഹിച്ചിരുന്ന ലാസ്റ്റ് ബഡ്ജറ്റിൽ 1400 കോടി രൂപയാണ്. അത്രയും 5 കൊല്ലക്കാലം കൊണ്ട് നമ്മൾ ബഡ്ജറ്റ് പ്രൊവിഷൻ എന്നാണ് പറഞ്ഞത്. പിന്നെ മറ്റ് തലത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടും കാര്യങ്ങളും ഒക്കെ കൊണ്ട് പിന്നെ ആരോഗ്യ വകുപ്പിന് എന്ത് പദ്ധതികൾ നിർദ്ദേശിച്ചാലും നമ്മൾ പ്രപ്പോസ് ചെയ്തെന്നാൽ അതിന് സാമ്പത്തിക ഒരു പ്രശ്നമില്ല എന്നുള്ള നിലപാടായിരുന്നു മുഖ്യമന്ത്രി. കാരണം ഈ ആരോഗ്യ വകുപ്പിലൂടെയാണ് പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യമായ ചികിത്സ കൊടുക്കുന്നത്. ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ക്യാബിനറ്റിൽ അംഗമായിരിക്കാൻ കഴിഞ്ഞത് ഒരു അഭിമാനമായി ഞാൻ കാണുകയാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ ആരോഗ്യ വകുപ്പിലൂടെ ചെയ്യും. ഒരു കാരുണ്യ അവനായ ഒരു മുഖ്യമന്ത്രി എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിലേക്ക് വേണ്ടി. ആ സമയത്ത് ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയം മുതൽ ഒരു മനുഷ്യൻ്റെ ജീവിതചക്രത്തിൽ വാർദ്ധക്യം വരെയുള്ള എല്ലാ ഘട്ടത്തിലും സൗജന്യമായ ചികിത്സയായിരുന്നു, സൗജന്യമായ മരുന്ന് കൊടുക്കുമായിരുന്നു. മെഡിക്കൽ കോളേജ് മുതൽ പ്രൈമറി ഹെൽത്ത് സെൻ്റർ വരെ 543 ഐറ്റം മരുന്ന് സൗജന്യമായി നമ്മളന്ന് വിതരണം ചെയ്യും. അമ്മയും കുഞ്ഞും പദ്ധതി, കൊച്ചുകുട്ടികളുടെ പ്രസവ ചികിത്സ സൗജന്യം, സ്ത്രീകളുടെ കുട്ടികൾക്ക് 5 വയസ്സ് വരെ സൗജന്യം. എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് അല്ല, അത് ഞാൻ പറയാം. ഈ സൗജന്യ ചികിത്സ 18 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും APL BPL വ്യത്യാസമില്ലാതെ സൗജന്യമായ ചികിത്സ. എത്ര ലക്ഷം രൂപയാണ് സൗജന്യമായ ചികിത്സ? ആരോഗ്യ കിരണം എന്ന് പറഞ്ഞ പദ്ധതിയാണ്. അതുപോലെ തന്നെ അമൃതം ആരോഗ്യം എന്ന് പറഞ്ഞ പദ്ധതി നമ്മൾ തുടങ്ങി. എന്താണ്? ഈ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്ന് സൗജന്യമാണ്. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, അതിനൊക്കെ ആയിരക്കണക്കിന് രൂപയുടെ മരുന്നാണ് വാങ്ങി ബാഗുകളിൽ വെച്ചുകൊണ്ട് ആളുകൾ പോകുന്നത് 2 മാസത്തേക്കും ആശുപത്രിയിൽ നിന്ന്, സർക്കാർ ആശുപത്രിയിൽ നിന്ന്. സുഹൃതം എന്ന് പറഞ്ഞ പദ്ധതിയുടെ 35 ലക്ഷത്തോളം വരുന്ന ക്യാൻസർ രോഗികൾക്ക് സൗജന്യമായ ചികിത്സ. അതിൻ്റെ ആ സുഹൃതം പദ്ധതിയുടെ പേരൊക്കെ ഇട്ടത് ഞാനാണ്. മമ്മൂട്ടിയുടെ ഒരു സിനിമയിൽ സുഹൃതം ക്യാൻസർ ചികിത്സ സൗജന്യമാണ്. ആ പദ്ധതി ഇപ്പോൾ ഇല്ല. ഈ പദ്ധതികളൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ ഞാനത് നമ്മുടെ മന്ത്രി മുരളീധരനോട് ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. പദ്ധതികളൊക്കെ തിരിച്ചു കൊണ്ടുവരണം, പാവപ്പെട്ട ആളുകളെ സഹായിക്കണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സൗജന്യ ചികിത്സ, പിന്നെ കാരുണ്യ ചികിത്സാ പദ്ധതി ധനകാര്യ വകുപ്പുമായി ചേർന്ന് 1400 കോടി രൂപയുടെ സൗജന്യ ചികിത്സയാണ് 5 വർഷക്കാലം കൊണ്ട് കേരളത്തിലെ പാവപ്പെട്ട ആളുകൾ കൊടുത്തത്. പിന്നെ അതുപോലെ തന്നെ മറ്റ് ഇൻഷുറൻസ് പദ്ധതികളും ഒക്കെ ചികിത്സ വെച്ചു. പിന്നെ മെഡിക്കൽ കോളേജുകൾ ഇല്ലാതിരുന്ന എല്ലാ ജില്ലകളിലും സർക്കാർ മെഡിക്കൽ കോളേജ് നമ്മൾ തുടങ്ങി. എല്ലാ ജില്ലയിലും. അത് ഇപ്പോൾ നമുക്കറിയാം. ഇപ്പോൾ കോന്നി മെഡിക്കൽ കോളേജ്, മഞ്ചേരി, ഇടുക്കി, പാലക്കാട്, എറണാകുളം സഹകരണ മെഡിക്കൽ കോളേജ് ഏറ്റെടുത്തു, കാസർഗോഡ് തുടങ്ങി വയനാട്, എല്ലാ ജില്ലകളിലും നമ്മൾ. പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുപോയില്ല. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ തിരുവനന്തപുരത്ത് 2ാമത്തെ മെഡിക്കൽ കോളേജ്. അപ്പോൾ ഞാനന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞു, നമുക്ക് തിരുവനന്തപുരത്ത് ഒരു മെഡിക്കൽ കോളേജ് കൂടി തുടങ്ങണം. കാരണം ഇവിടെ 2 ലക്ഷത്തോളം ജനസംഖ്യ ഉണ്ടായിരുന്നപ്പോഴാണ് പഴയ മെഡിക്കൽ കോളേജ് 52 തുടങ്ങിയത്. പക്ഷെ അവിടെ ആളുകൾ പോയാൽ തറയിൽ കിടക്കണം, ചികിത്സാ സൗകര്യങ്ങളില്ല, ഡോക്ടർമാരില്ല. അപ്പോൾ ഈ മെഡിക്കൽ കോളേജ് തുടങ്ങി 25 ഏക്കർ സ്ഥലം വേണം. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ജനറൽ ആശുപത്രി കാമ്പൗണ്ട് 25 ഏക്കർ സ്ഥലമുണ്ട്. ആ ജനറൽ ആശുപത്രി കാമ്പൗണ്ടിനകത്ത് അതിലേക്ക് വേണ്ടി കാര്യങ്ങൾ സജ്ജമാക്കി 1,38,000 സ്ക്വയർ ഫീറ്റ് കെട്ടിടം തറക്കല്ലിട്ട് അടുക്കൽ നിർമ്മാണം പൂർത്തീകരിച്ചു കോളേജിന് വേണ്ടി. അവിടെ 142 ഡോക്ടർമാർ, അസിസ്റ്റന്റ് പ്രൊഫസർമാർ അടക്കം 142 ഡോക്ടർമാരെ നിയമിച്ചു, പ്രിൻസിപ്പളിനെ നിയമിച്ചു, സൂപ്രണ്ടിനെ നിയമിച്ചു, ഡെപ്യൂട്ടി സൂപ്രണ്ടിനെ നിയമിച്ചു, ലൈബ്രറി സജ്ജമായി, എല്ലാം സജ്ജമായി. അങ്ങനെ ഇരുന്നപ്പോൾ കഴിഞ്ഞ 2016 ഫെബ്രുവരിയിൽ എൻ്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഉമ്മൻചാണ്ടി സാർ വന്ന് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചു, ആൾ ഇന്ത്യ മെഡിക്കൽ കൗൺസിൽ അന്നത്തെ അവരംഗീകരിച്ചു. മെഡിക്കൽ കോളേജ് തുടങ്ങാം, വർഷം 100 കുട്ടികൾക്ക് അഡ്മിഷൻ. പിന്നെ മെഡിക്കൽ കോളേജ്. അപ്പോൾ എൻ്റെ പ്രയോജനം എന്താണ്? കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാം, MBBS പഠിക്കാം. പിന്നെ മെഡിക്കൽ കോളേജ് ആകുമ്പോൾ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിക്കില്ലേ? ജനറൽ ആശുപത്രിയുടെ സൗകര്യമല്ലല്ലോ മെഡിക്കൽ കോളേജ്. അത് രണ്ടും കണ്ടുകൊണ്ടാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് എന്ന എൻ്റെ പഴയ നിയോജകമണ്ഡലമായ തൈക്കാട് ആശുപത്രിയും ഇതും കൂടി ചേർന്നാണ് SAT മെഡിക്കൽ കോളേജും പോലെ. ആൾ ഇന്ത്യ മെഡിക്കൽ കൗൺസിൽ വന്ന് ഇൻസ്പെക്ഷൻ നടത്തി എല്ലാം ക്ലിയർ ചെയ്ത് അങ്ങനെയാണ് സാങ്ഷൻ കിട്ടി നമ്മൾ ഉദ്ഘാടനം ചെയ്തു. വലിയ ചതിയായിരുന്നു തിരുവനന്തപുരത്തുകാരോട് ഈ CPM-ഉം LDF നേതൃത്വവും ചെയ്തു. ആ മെഡിക്കൽ കോളേജ് വേണ്ടെന്ന് വെച്ചു. 2016 ഫെബ്രുവരി ഉദ്ഘാടനം ചെയ്ത് മെയ്യിൽ ഈ ഗവൺമെൻറ് വന്ന് പിണറായി വിജയൻ സർക്കാർ, അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഒരു മന്ത്രിയുടെ ഉപദേശപ്രകാരം
ആ മെഡിക്കൽ കോളേജ് വേണ്ടെന്ന് വെച്ചു. സംഭവിച്ചെന്താ, 1000 കുട്ടികൾക്ക് സർക്കാർ ഫീസിൽ മെഡിസിന് പഠിക്കാനെന്ന അവസരമാണ് ഇവർ ഇല്ലാതാക്കിയത്. SC ST വിഭാഗത്തിൽ സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസമാണ്. ഗവൺമെൻറ്റാണ് ഫീസ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ ദ്രോഹമാണ് LDF സർക്കാർ ഈ ആരോഗ്യ മേഖല ഇവിടെ ചെയ്തത്. അപ്പം ഞാൻ ഇവിടെ ആരോഗ്യമന്ത്രിയായിട്ട് വന്ന ശ്രീ K മുരളീധരനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അത് ഇനിഷ്യേറ്റീവ് എടുക്കും എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ ഒരു സ്വപ്നമാണ്. എൻ്റെ കാലത്ത് തുടങ്ങിയ ഒരു മെഡിക്കൽ കോളേജാണ്. അപ്പോൾ അതിൻ്റെ പുറകിലൊക്കെ ചില ഇതുപോലുള്ള ഗൂഢശക്തി ഉണ്ടായിരുന്നതാണ്. വേണ്ട, ഉമ്മൻചാണ്ടിയുടെയും ശിവകുമാറിൻ്റെയും കാലത്ത് ഒരു പുതിയ മെഡിക്കൽ കോളേജ് ഇവിടെ വേണ്ട, നമ്മൾ തുടങ്ങിയതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ആരോഗ്യ മേഖലയിൽ. അന്ന് പിന്നെ PR ഏജൻസിയും PR വർക്കൊന്നുമില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഏറ്റവും ഭംഗിയായി ആരോഗ്യം, ഞാൻ 5 വർഷക്കാലം മന്ത്രിയായിരുന്നപ്പോൾ ഒരു പരാതി ആർക്കും ഉണ്ടായിരുന്നില്ല. അല്ല, ആ വകുപ്പ് മാത്രമല്ല, നമ്മൾ ദേവസ്വം കൂടെ എടുത്ത് പറയാം. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് ശബരിമലയില് സ്വർണം മൊത്തം അടിച്ചുകൊണ്ട് പോയി എന്നാണ് വാർത്തകൾ വരുന്നത്. ആ വാർത്തകൾ വന്നപ്പോൾ പരമാവധി തലകുത്തി നിന്ന് നോക്കിയായിരുന്നു ഇതിനു മുമ്പുള്ള അല്ലെങ്കിൽ സർക്കാരിനെയോ ദേവസ്വം മന്ത്രിയോ ഭരണസമിതിയെയൊക്കെ ഒരു പ്രതിക്കൂട്ടിൽ നിർത്തുന്ന എന്തെങ്കിലും കണ്ടുപിടിക്കാൻ. അതൊന്നും കഴിഞ്ഞാത്തത് കൊണ്ടാണല്ലോ അങ്ങനെ ഒരു ആരോപണം പോലും ഉന്നയിക്കാതെ CPM മിണ്ടാതിരിക്കുന്നത്. അത് ഇതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദേവസ്വം വകുപ്പ് ശബരിമലയിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയത് ആ കാലഘട്ടത്തിലാണ്. അന്ന് ആ കാര്യത്തിൽ ഉമ്മൻചാണ്ടി സാറും മാണി സാറും ഒക്കെ വളരെ, ധനകാര്യമന്ത്രിയൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പിന്തുണയാണ് നൽകിയത്. നമ്മുടെ യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ശബരിമലയിൽ നിലയ്ക്കലുമായി 112 ഹെക്ടർ സ്ഥലം വനഭൂമി ഏറ്റെടുത്തു. ആ വനഭൂമി ഏറ്റെടുത്തിട്ട് പകരമായി വനം വകുപ്പിന് ഭൂമി കൊടുക്കണം. അത് നമ്മൾ കൊടുത്തു, ഇടുക്കിയിൽ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ബഡ്ജറ്റിൽ ആദ്യമായി തുക ഉൾക്കൊള്ളിച്ചു ശബരിമലയുടെ വികസനത്തിന് വേണ്ടി. 25 കോടി രൂപ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരിക്കുന്ന ജയകുമാറായിരുന്നു അന്ന് ദേവസ്വം സെക്രട്ടറി. അദ്ദേഹത്തെ ഒരു ഹൈ പവർ കമ്മിറ്റി ഉണ്ടാക്കി അതിൻ്റെ ചെയർമാനാക്കി വെച്ചുകൊണ്ട് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കി ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കി. ഞാനൊന്നും വിശദമായി പറയുന്നില്ല. ശബരിമല ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, സ്വാമിയപ്പൻ റോഡിൻ്റെ നവീകരണം, മരക്കൂട്ടത്ത് ഈ അണ്ടർ പാസേജ്, ക്യൂ കോംപ്ലക്സുകൾ, സന്നിധാനത്തു നിന്നും പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കുള്ള പുതിയ പൈപ്പ് ലൈൻ, വാട്ടർ പൈപ്പ് ലൈൻ, ഇലക്ട്രിഫിക്കേഷൻ. ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. സ്വാമിയപ്പൻ റോഡ് ഇലക്ട്രിഫിക്കേഷൻ ഇല്ലായിരുന്നു. പമ്പയിൽ ഒരു വലിയ ഹോസ്പിറ്റൽ, സന്നിധാനത്തൊരു ഹോസ്പിറ്റൽ ഞാനിരുന്ന സമയത്താണ്. അവിടെ ഹോമിയോ, ആയുർവേദം, അലോപ്പതി, വലിയ ഹോസ്പിറ്റൽ. ഈ പ്രളയം വന്നപ്പോൾ പമ്പയിലുള്ള മുഴുവൻ എടുത്തുകൊണ്ട് പോയി. ഈ ഹോസ്പിറ്റൽ മാത്രമാണ് ഇപ്പോൾ അവിടെ ഇരിക്കുന്നത്. സന്നിധാനത്ത് ഹോസ്പിറ്റൽ. എത്ര നിലയ്ക്കൽ അന്ന് ഒരു 10,000-ഓളം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിലേക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി 5,000-ഓളം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിലേക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി. അതിനുശേഷം ഒന്നും ഒരു ഡെവലപ്മെൻറ്റോടെ നടന്നിട്ടില്ല. അപ്പോൾ അതാണ് ശബരിമലയുടെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അവിടെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ചില കാര്യങ്ങളാണ് നടന്നത്. അവിടെ ഈ അരുവിക്കര ഇലക്ഷനിൽ ഒരു പരസ്യമായിട്ട് അനൗൺസ് ചെയ്തു, ഞാനവിടെ അഴിമതി നടത്തി, എൻ്റെ അനുജൻ അവിടെ ഇരുന്നപ്പോൾ അഴിമതി നടത്തിയത്. യഥാർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ ഒരു യഥാർത്ഥ പ്രതിയെ സസ്പെൻഡ് ചെയ്ത ആളിനെ തിരിച്ചെടുത്തിട്ട് ഇതെല്ലാം കൂടി എൻ്റെ ബ്രദർ അവിടെ ജോലി നോക്കുകയായിരുന്നു, അയാളുടെ തലയിൽ വെച്ചു. അയാൾ ഹൈക്കോടതിയിൽ പോയിരിക്കുക. അതൊന്നും ആളാരും അറിയുന്നില്ല. ഹൈക്കോടതിയിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ അവിടെ അനൗൺസ്മെൻറ്റ് ചെയ്യുക. ഇതൊക്കെ ആരൊക്കെ കരുതി കൂട്ടിയെടുത്ത് കൊടുത്തിട്ട് അനൗൺസ് ചെയ്യുക. CITUവിൻ്റെ ഒരു ഈ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഒരാൾ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിരുന്ന ഒരാൾ, അയാൾ ഇവിടുത്തെ ശബരിമലയിലെ പാത്രമായി അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട് അയാളെ സസ്പെൻഡ് ചെയ്തു. പ്രയാർ ഗോപാലകൃഷ്ണൻ ഇരുന്നപ്പോൾ ഈ ഗവൺമെൻറ് വന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ കാലാവധി കുറച്ച് ആ സസ്പെൻഡ് ചെയ്തതിനെ തിരിച്ചെടുത്തു. ഇയാൾ എക്സിക്യൂട്ടീവ് ഓഫീസറാണ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കാണ് ഉത്തരവാദിത്തം മുഴുവൻ. എന്നിട്ട് ആ ഫയൽ മുഴുവൻ എടുത്ത് കളഞ്ഞിട്ട് ഇയാളെ സംരക്ഷിച്ചു CITUകാരൻ. അപ്പോൾ എൻ്റെ ബ്രദർ ഹൈക്കോടതിയിൽ പോയിരിക്കുക. ഹൈക്കോടതിയിൽ ആ കേസ് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ സത്യം പുറത്തു വരാൻ സംശയമൊന്നുമില്ല. അപ്പോൾ ഇത് അങ്ങനെയുള്ള പ്രചരണങ്ങൾ അവിടെ അരുവിക്കരയിൽ നടത്തിയതുകൊണ്ട് ഞാൻ പറയാൻ നിലയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ആരോഗ്യ വകുപ്പിലും ദേവസ്വം വകുപ്പിലും ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയതും സൗജന്യ ചികിത്സാ പദ്ധതികൾ നടപ്പിലാക്കിയതുമൊക്കെ ആ കാലഘട്ടത്തിലാണ്. അതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി സാറിനെ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയാണ്. അല്ല, താങ്കൾ ഈ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പൊ ഈ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയിലൊന്നും എനിക്കൊരു പങ്കുമില്ല എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ, മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അടക്കം പറയുന്നത്. അത്തരത്തിൽ മന്ത്രി അറിയാതെ അവിടെ ഒരു പ്രവർത്തനം ഈ ദേവസ്വം ബോർഡ് മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒന്നാണോ?
അത് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഈ ഞങ്ങളൊക്കെ ഇരിക്കുമ്പോൾ അവിടുത്തെ പിന്നെ ശബരിമലയുടെ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ പിന്നെ എന്താണ്, ഇവിടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ചിട്ടാണ് ശബരിമലയുടെ പ്രവർത്തനങ്ങൾ നടത്തുന്ന. അവിടെ തന്ത്രിയുടെയും ഒക്കെ ഇതനുസരിച്ച് അവിടെ ഗവൺമെൻറ്റിന് അങ്ങനത്തെ ഇടപെടൽ സീസൺ വരുമ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നതിലേക്ക് വേണ്ടി ഞങ്ങൾ പിന്നെ റോഡ് നന്നാക്കുന്നതിനും മറ്റേ ആരോഗ്യവകുപ്പിൻ്റെ കാര്യം. ഇവരങ്ങനെയല്ല, ഇവരുടെ പാർട്ടി തീരുമാനം അനുസരിച്ചിട്ട് കാര്യങ്ങൾ നടപ്പിലാക്കുക. പാർട്ടി തീരുമാനമനുസരിച്ച് അവരുടെ ഇടപെടലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് കാര്യങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അതാണ് ഇവിടുത്തെ. ഈ താങ്കളെപ്പോലെയുള്ളവർ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കേണ്ടത് നമ്മുടെ കാലഘട്ടത്തിൻ്റെയും കൂടെ ഒരു ആവശ്യമാണ്. നല്ലൊരു പദവിയിലേക്ക് എത്തി ഇനിയും മുന്നോട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. തീർച്ചയായിട്ടും. ഞാൻ ഒരു കോൺഗ്രസ്സുകാരനാണ്. എൻ്റെ ജീവിതം കോൺഗ്രസിൻ്റെ ആദർശങ്ങൾ അടിയുറച്ചു നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നെ സമൂഹമധ്യത്തിൽ അപമാനിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ഗൂഢമായ ശ്രമങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് കോൺഗ്രസിൻ്റെ മുഖമാണ് ഞാനെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്നെ പിന്നെ BJP-ക്കാർക്ക് അതിൽ എന്നോട് വലിയ ശത്രുതയുണ്ട്, CPM-കാർക്കുമുണ്ട്, മറ്റു ചില ആളുകൾക്ക് സ്ഥാപിത താല്പര്യക്കാർക്കുമുണ്ട്. അവരാണ് ഈ ഊമക്കത്തൊക്കെ അയക്കുന്നത്, ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഒരു പൊതുപ്രവർത്തകനെ എങ്ങനെ നശിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് 10 വർഷക്കാലം ഈ പിണറായി വിജയൻ്റെ പോലീസ് ഈ കാര്യങ്ങൾ അന്വേഷിച്ചത്. അവസാനം ഒന്നും കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞാൽ അത് പുറത്തു വരുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി. പക്ഷെ എന്തായിരുന്നാലും ഞാൻ ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് പീഡനങ്ങളും മാനസികമായിട്ടുള്ള പിന്നെ പ്രശ്നങ്ങളുമൊക്കെ നേരിട്ടൊരു വ്യക്തിയാണ്. അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ല. പക്ഷേ എന്നിട്ട് ഞാൻ പിടിച്ചു നിൽക്കുന്നത് കോൺഗ്രസ്സാണ്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്യുകയുമില്ല എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ്. കോൺഗ്രസ് പാർട്ടിയിൽ അവസാനം വരെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ശക്തമായി മുന്നോട്ട് പോകും. എൻ്റെ ഞാനൊരു കൊച്ചു പിന്നെ കുട്ടിയായിരുന്ന സമയത്ത് തന്നെ KSUവിൻ്റെ കൊടി പിടിച്ചുകൊണ്ട് ആ ദർശനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, പിന്നെ മോറിന് കൊടി പിടിച്ചുകൊണ്ട്, പിന്നെ ഞാൻ അടിയവരായിട്ട് പറയാൻ ആഗ്രഹിക്കും, ഞാൻ എന്നും ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോൾ ഞാൻ നെഹ്റു കുടുംബത്തോടൊപ്പം നിന്നയാളാണ്. ഇന്ദിരാഗാന്ധിയോടൊപ്പം അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് വന്നത്. അതുപോലെ തന്നെ രാജീവ് ഗാന്ധിയോടൊപ്പം, സോണിയാജിയോടൊപ്പം, എനിക്ക് വ്യക്തിപരമായി എന്നോട് വലിയ വാത്സല്യമുള്ള വ്യക്തിയാണ്. രാഹുൽജിയോടൊപ്പം, ആ കുടുംബത്തോടൊപ്പം നിന്നയാളാണ്. അങ്ങനെയുള്ള എന്നെ BJP-കാരനാണെന്ന് പറഞ്ഞ് മുദ്ര കുത്താൻ വേണ്ടിയുള്ളൊരു ശ്രമങ്ങൾ നടത്തി. അത് വിലപ്പോവില്ല. ശക്തമായ കോൺഗ്രസിൻ്റെ ആദർശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം, പാർട്ടി തീരുമാനങ്ങൾ എടുക്കേണ്ട പാർട്ടിയാണ്. ഇപ്പം ഞാൻ അരുവിക്കര പോയല്ലോ, പാർട്ടിയുടെ ഒരു കെട്ടുറപ്പും UDF-ൻ്റെ കെട്ടുറപ്പിനും വേണ്ടി. അതുപോലെ പാർട്ടി തീരുമാനമെടുത്ത് ആ തീരുമാനം അനുസരിച്ചുകൊണ്ട് ഒന്ന് പ്രവർത്തിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്.